അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ചി, V. മോഹന എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. 4 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. B. ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളാണല്ലോ പരിഗണിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ്. ഈ വേനൽ അവധിക്ക് ശേഷം സുപ്രീം കോടതി ഇന്നാണ് പുനരാരംഭിക്കുന്നത്. പൂർണ്ണതോതിൽ അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്ര സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട ഹർജികൾ. 4 ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് പുറമെ ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ചിയും V. മോഹനയും അടങ്ങുന്ന 3 അംഗ ബെഞ്ചുകളാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഈ ഹർജികളിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ അയോധ്യയിലെ ഈ രാമക്ഷേത്രത്തിൽ നടന്ന സംഭാവന കൊള്ള സംബന്ധിച്ച CBI അന്വേഷണം ആണ് പ്രധാനമായും ഈ ഹർജിക്കാർ കോടതിയോട് ആവശ്യപ്പെടുന്നത്. ആ അന്വേഷണത്തിന് സുപ്രീം കോടതിയുടെ മേൽനോട്ടം വേണമെന്നും, അതായത് സുപ്രീം കോടതിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഉണ്ടാകുക എന്നാണ് ഈ ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ രാമക്ഷേത്രത്തിലെ ഈ കണക്കുകൾ, മുഴുവൻ കണക്കുകളും CAGയെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കണമെന്നൊരു ആവശ്യവും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജികളിൽ ഒന്നിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹർജികളിൽ കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ്. ഇന്ന് ഒരുപക്ഷെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഈ കേസിൽ ഹാജരാകുവാൻ വേണ്ടി സാധ്യതയുണ്ട്. നിലവിൽ ഈ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ SIT വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തെ സ്വാഭാവികമായും ഉത്തർപ്രദേശ് സർക്കാർ കോടതിയിൽ എതിർക്കുവാനാണ് സാധ്യത. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇന്ന് കോടതി നോട്ടീസ് അയക്കുമോ, അതോ കേന്ദ്ര സർക്കാർ നോട്ടീസ് ലഭിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ നിലപാട് അറിയിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടതായുള്ളത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ശരി, B. ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നല്ല ദിവസം ആശംസിക്കുന്നു ബാലഗോപാലിന്.